വർഗീസ് ജോർജ്, ഞങ്ങൾ പിന്നെ പാറശാലയിൽ നിന്ന് മഞ്ചേശ്വരം വരെ സഞ്ചരിച്ചവരാണ്. നോക്കൂ, എല്ലാ സ്ഥലത്തും പിണറായി വിജയൻ്റെ തല വെച്ചുള്ള വലിയ ബിൽ ബോർഡാണ്. ഫ്ലെക്സ് ബോർഡല്ല, ഫ്ലെക്സ് ബോർഡിന് ചെറിയ പൈസയേ ഉള്ളൂ. പക്ഷേ ഇത് കോടിക്കണക്കിന് രൂപ ചിലവാക്കിയാണ് പബ്ലിസിറ്റി. അതും പിണറായിയുടെ തല മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് ബാക്കി ഏതെങ്കിലും നേതാക്കന്മാരുടെയോ മന്ത്രിമാരുടെയോ ഒരു ക്യാബിനറ്റല്ലേ 5 വർഷം സർക്കാരല്ലേ ഭരിച്ചത്? അതിൻ്റെ ഭാഗമായിട്ട് പിണറായി മാത്രമല്ലേ ഉണ്ടായിരുന്നത്. എൻ്റെ തല കാണിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ധിക്കാരപരമായിട്ടുള്ള ഒരു കാച്ച് ലൈൻ തന്നെയല്ലേ അത്. അതായത് LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ളത്. മറ്റാരും ഇല്ലേ, LDF മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ അണികളിൽ തന്നെ വലിയ അമർഷമുണ്ടാക്കിയിട്ടില്ലേ, അതിനിടയാക്കിയിട്ടില്ലേ. മാത്രമല്ല ഈ പാർട്ടിയിലെ പ്രശ്നങ്ങൾ. അപ്പോൾ ഒരു പിണറായി വിരുദ്ധത ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തപരമാവുമോ? മിസ്റ്റർ അസ്കർ പറഞ്ഞത് LDFന്റെ നേതൃത്വം വ്യക്തി അധിഷ്ഠിതമാണ് എന്നുള്ളതാണ്. പക്ഷെ അസ്കറിന്റെ പ്രസന്റേഷനിലും വളരെ സബ്ജക്റ്റീവായിരുന്നു, വ്യക്തി അധിഷ്ഠിതമായിരുന്നു. അത് നമ്മൾ കുറച്ചുകൂടെ വസ്തുനിഷ്ഠമായിട്ട് കാണണം. നമ്മുടെ ഇപ്പോൾ നടന്ന ധാരാളം പ്രീ പോൾ ഉണ്ട്. ആ പ്രീ പോളിൽ അത് ബർഖദത്താണെങ്കിലും പിണറായി ആണെങ്കിലും മലയാള മനോരമയാണെങ്കിലും അവരെല്ലാം പറഞ്ഞത് കേരളത്തിലൊരു ക്ലോസ് ഫൈറ്റ് ആണ് നടക്കുന്നതെന്ന് അവർ പറഞ്ഞു. അല്ലാതെ അസ്കർ പറഞ്ഞ പോലെ വലിയൊരു സുനാമിയോ കൊടുങ്കാറ്റോ അങ്ങനെയല്ല പറഞ്ഞു. അവർ ക്ലോസ് ഫൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഞങ്ങൾ കരുതുന്നത് അങ്ങനെ ഒരു ക്ലോസ് ഫൈറ്റ് ആണെങ്കിൽ പോലും ഒരു താരതമ്യേന ഒരു ഡീസൻ്റായ ഒരു മജോറിറ്റി കിട്ടുമെന്നാണ്. കാരണം ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്നലെ തന്നെ ഹിന്ദു പത്രത്തിൽ നീതി ആയോഗിൻ്റെ ഇൻഡെക്സ് ഉണ്ട്. രാജ്യത്തെ 28 സ്റ്റേറ്റുകളിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യക്ഷേമം, പെൻഷൻ, റോഡുകൾ, ഈ ഇൻഡെക്സുകളെല്ലാം നീതി ആയോഗയിലും LDFന്റെ ഉള്ളൂ, സെൻട്രൽ ഗവൺമെൻറ് ഉള്ളൂ. ആ നീതി ആയോഗ് പറഞ്ഞിരിക്കുന്ന 28 സ്റ്റേറ്റുകളിൽ ഇതിലെല്ലാം മുന്നിൽ നിൽക്കുന്നത് കേരളമാണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു പ്രയോജനം പാവപ്പെട്ടവർക്കും ആസ്പിറേഷണൽ ക്ലാസ്സിനും കേരള സമൂഹം വികസിക്കണമെന്ന് ആഗ്രഹമുള്ള യുവാക്കൾക്കും മറ്റുള്ളവർക്കും. വർഗീസ് സാറേ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ ജനസഭ നടത്തിയ അവിടെ വന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതായത് കുടിവെള്ളവും ഇല്ല, വൈദ്യുതി ഇല്ല, അതിദാരിദ്ര്യമുക്തം എന്നാണല്ലോ അവകാശപ്പെടുന്നത്. ഇപ്പോഴും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആളുകളുണ്ട് സാർ കേരളത്തിൽ. പിന്നെ ഇതെല്ലാം വലിയൊരു വികസനം കൊണ്ടുവന്നു, ഞങ്ങൾ ഇതെല്ലാം നടപ്പിലാക്കി എന്ന് പറയുന്നതിൽ എന്താ കാര്യം? സാർ, അത് എനിക്ക് തോന്നുന്നത് പൊളിറ്റിക്കലാണ്. കാരണം ഞങ്ങളോട് തന്നെ ഈയിടെ സെൻട്രൽ ഗവൺമെന്റ് ഒരു എൻക്വയറി വന്നിരുന്നു. ഇപ്പൊ ടാപ്പ് വഴി വെള്ളം കൊടുക്കുന്ന എത്ര പേര്? അപ്പം നമ്മൾ നോക്കിയപ്പോൾ അത് 45 ലക്ഷം പേർക്കായിരുന്നു കഴിഞ്ഞ 10 വർഷം മുമ്പ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ജൽജീവൻ മിഷന്റെ ഹെൽപ്പും ഉണ്ട് കേട്ടോ. ഇപ്പോൾ അത് 65 ലക്ഷം വീടുകളിൽ ടാപ്പ് വഴി വെള്ളം നമ്മൾ കൊടുക്കുന്നുണ്ട്. ബാക്കി കേരളത്തിലെല്ലാം കിണറുകളുണ്ടല്ലോ. ഇപ്പൊ പഴയ പോലെ കുടിവെള്ളത്തിന് വേണ്ടിയുള്ള സമരങ്ങളോ പ്രക്ഷോഭങ്ങളോ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കലായിട്ട് അതിനെ വിലയിരുത്താതെ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു ദിവസം പോലും നമുക്കൊരു പവർ ഷോർട്ടേജോ മറ്റോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ബേസിക്കായി അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ അത് കേന്ദ്ര ഗവൺമെന്റിനോട് സഹായം ഉണ്ടെന്നുള്ള അത് സംശയമില്ല. കേരള സ്റ്റേറ്റിൽ ഇക്കാര്യത്തിലെല്ലാം വളരെ മുന്നിൽ നിൽക്കുന്നു. പിന്നെ എന്താണ് നമ്മൾ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് മീഡിയയുടെ ഒരു സൃഷ്ടിയാണെന്നാണ് എനിക്ക് അസ്കറിനോട് പറയാനുള്ളത്. സാർ, മീഡിയ എല്ലാം LDFനൊപ്പം അല്ലേ സാർ? കേരളത്തിലെ മീഡിയയുടെ കാര്യം പറയാലോ. മീഡിയ അല്ലേ ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കുന്നത്. ഇന്നലെ പാലക്കാട്ടെ വിഷയം തന്നെ നോക്കൂ. അവിടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കരുത് എന്ന് ശഠിക്കുന്ന ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരല്ലേ കണ്ടത്. ആ രീതിയിൽ ഒന്നും അറിയാത്ത ആ വൃദ്ധയെ ഇൻ്ററോഗേറ്റ് ചെയ്യായിരുന്നില്ലേ? പക്ഷെ അതൊക്കെ ഒരു മൈനർ ഇഷ്യൂസ് അല്ലേ സാർ? നമ്മൾ അതിലേക്ക് നമ്മുടെ ചർച്ച കൊണ്ടുപോകുന്നുണ്ട്. ലാർജർ ഒരു മാക്രോ ലെവലിൽ ആയിരുന്നില്ല ഇത്രയും നേരം നമ്മുടെ ചർച്ച. അസ്കർ വരുന്നവരെ അങ്ങനെയായിരുന്നു ചർച്ച. അസ്കർ ആദ്യത്തെ ഭാഗം കേൾക്കാത്തതുകൊണ്ടാണ് അതിലേക്ക് പോകുന്നത്. വക്കീൽ സാർ വന്നപ്പോൾ നമ്മൾ ലാർജർ കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു വിശ്വാസം നല്ല മജോറിറ്റിയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. അതിന് CPM ആണല്ലോ, എന്തെല്ലാം പറഞ്ഞാലും CPM ആണ് വലിയ പാർട്ടി. അത് അവർക്ക് 93 സീറ്റിൽ അവർ മത്സരിക്കുന്നുണ്ട്. ഇത്രയും ബിൽബോർഡ് മറ്റ് മന്ത്രിമാരുടെ തലയും വെക്കായിരുന്നു സാർ. അതല്ല, അതിന് മുമ്പ് ഒരു ക്യാമ്പയിൻ നേതാക്കന്മാരുടെ തലയെങ്കിലും വെക്കായിരുന്നു.
അല്ല സാറേ, ഇലക്ഷന്റെ ഒരു ക്യാമ്പയിൻ നടന്നിരുന്നു അതിന് തൊട്ട് മുമ്പ് കേരളത്തിൽ 140 മണ്ഡലങ്ങൾ. ആ ആ 140 മണ്ഡലങ്ങളിൽ റെപ്രസെന്റേഷൻ 11 പാർട്ടികളായിരുന്നു. ഞാൻ തന്നെ ഒരു ജാഥയിലുണ്ടായിരുന്നു. അതായിരുന്നു ശരിക്കുള്ള ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഇത് ഹോർഡിങ്സും ബിൽ ബോർഡ്സിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ആ അതുകൊണ്ട് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. ഇല്ല. ഓക്കെ ഇല്ല. സാർ അങ്ങനെ പറയുള്ളൂ വർഗീസ് സാറ്. ഓക്കെ.